ഗർഭാവസ്ഥയിൽ കാണുന്ന ഷുഗർ കൂടുന്ന അവസ്ഥയാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അഥവാ ഗർഭാവസ്ഥയിൽ ഷുഗർ ഉള്ളവർ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. യൂഷ്വലി ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ഷുഗർ 5-ാം മാസം മുതലാണ് കണ്ടുവരിക. എന്നാൽ ചില സ്ത്രീകളിൽ വളരെ തടിയുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വീട്ടിൽ ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പ്രഗ്നൻസി തുടങ്ങുമ്പോൾ തന്നെ ഷുഗർ കാണാറുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ ഗർഭിണികൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല ഷുഗറിന്റെ അളവ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഈ ഗർഭാവസ്ഥയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗർഭാവസ്ഥ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ, അതായത് ഇപ്പം നമ്മൾ പ്രഗ്നന്റ് ആവാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ അതിന് മുൻപേ തന്നെ ഷുഗറിന്റെ അളവൊന്ന് ചെക്ക് ചെയ്ത് വെക്കുക. പാരമ്പര്യമായിട്ട് ഷുഗർ ഉള്ളവരോ അല്ലെങ്കിൽ കുറച്ചും കൂടി ശരീരഭാരം കൂടുതലുള്ളവരൊക്കെ ആണെങ്കിൽ നേരത്തെ ഷുഗർ ചെക്ക് ചെയ്ത് വെക്കുക. ഷുഗർ നോർമൽ അല്ല എന്നാണെങ്കിൽ ഷുഗറിന്റെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് കൺട്രോൾ ആക്കാനുള്ള മരുന്ന് നേരത്തെ തുടങ്ങണം. അതുപോലെ തന്നെ ചില മരുന്നുകൾ നമുക്ക് ഗർഭാവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അപ്പോൾ ഓൾറെഡി ഷുഗർ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ മരുന്ന് മാറ്റി ഈ ഗർഭാവസ്ഥയിൽ സേഫ് ആയിട്ടുള്ള മരുന്ന് കഴിച്ചു തുടങ്ങേണ്ടി വരും. അപ്പോൾ എപ്പോഴും നല്ലത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുൻപേ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഈ ഷുഗറിൻ്റെ അളവ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക. മരുന്ന് മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റുക. ഇനിയിപ്പോൾ വളരെ കൂടുതൽ അളവിലാണ് ഷുഗർ ഇരിക്കുന്നതെങ്കിൽ ഇൻസുലിനിലേക്ക് മാറ്റേണ്ടി വരും. നമ്മൾ ഫസ്റ്റ് ഗർഭിണികൾ വരുമ്പോൾ എപ്പോഴും അഥവാ ഷുഗർ ചെക്ക് ചെയ്തില്ലെങ്കിൽ ഫസ്റ്റ് ചെക്കപ്പിൽ തന്നെ നമ്മൾ ഷുഗറിൻ്റെ അളവ് നോക്കുന്നതായിരിക്കും. പിന്നെ ഈ പാരമ്പര്യമായിട്ട് ഷുഗർ വീട്ടിൽ ഹിസ്റ്ററി ഉള്ളവരോ അല്ലെങ്കിൽ അതുപോലെ ശരീരഭാരം കൂടുതലുള്ളവരാണെങ്കിൽ HbA1c എന്നുള്ള ലെവലും ചെക്ക് ചെയ്യും. കാരണം അതിന് മുൻപേ ഉള്ള ആദ്യത്തെ 3 മാസങ്ങളിൽ ആ ചെക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ 3 മാസങ്ങളിലുള്ള ഒരു ആവറേജ് ബ്ലഡ് ഷുഗർ ലെവൽ നമുക്ക് HbA1c ചെക്ക് ചെയ്യുന്നതോടുകൂടി കഴിയാൻ കഴിയും. അപ്പം പ്രഗ്നൻസിയിൽ HbA1cയുടെ ലെവൽ എപ്പോഴും 6-ൽ താഴെ ഇരിക്കുന്നതാണ് സേഫ്. അത് അളവ് കൂടുന്നതനുസരിച്ചിട്ട് പ്രഗ്നൻസി ഗർഭാവസ്ഥയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഷുഗറിൻ്റെ അളവും ഒരു ഫാസ്റ്റിംഗ് ഷുഗർ ഒരു 90-ൽ താഴെയും ഭക്ഷണം കഴിച്ച് 2-ാമത്തെ മണിക്കൂറിൽ നോക്കുന്ന ഷുഗർ എപ്പോഴും ഒരു 120-ൽ താഴെ ഇരിക്കുന്നതാണ് എപ്പോഴും സേഫ് ലെവൽ. ഇനി ഈ തുടക്കത്തിലുള്ള ലെവൽ നോർമൽ ആണെങ്കിലും നമ്മൾ 5-ാം മാസത്തിൽ ഷുഗറിൻ്റെ ലെവൽ ഒന്നും കൂടി ചെക്ക് ചെയ്യും. അത് ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് അല്ലെങ്കിൽ GCT എന്ന് പറയുന്ന ടെസ്റ്റാണ്. യൂഷ്വലി അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരു 50 ഗ്രാം ഗ്ലൂക്കോസ് കുടിക്കാൻ കൊടുക്കും. കുടിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുക. അപ്പോൾ ആ അളവ് ഒരു 140-ൽ താഴെ ഇരിക്കണം. 140-ന്റെ മുകളിലാണെങ്കിൽ ഈ ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് കൂടുതലാണ്, അതായത് ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണ് 5-ാം മാസത്തിൽ ഷുഗർ കൂടുന്നതെന്ന് വെച്ചാൽ 5-ാം മാസം മുതൽ ഗർഭത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന പ്ലാസന്റ എന്ന് പറയുന്ന ഭാഗത്തുണ്ടാകുന്ന ചില ഹോർമോണിന്റെ അളവ് കൂടുന്നത് കാരണം ഷുഗറിന്റെ അളവ് കൂടുന്നതാണ്. ഇത് ഗർഭാവസ്ഥ കൊണ്ട് ഉണ്ടാകുന്ന ഷുഗറാണ്. നേരത്തെ ഷുഗർ ഇല്ലാത്തവരിലും 5-ാം മാസം മുതൽ ഷുഗറിന്റെ അളവ് കൂടുന്നത് ഈ കാരണം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 5-ാം മാസത്തിൽ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ടെസ്റ്റ് ചെയ്ത് നമ്മൾ 140-ന്റെ മുകളിലാണെങ്കിലും പൊതുവെ നമ്മൾ ആദ്യത്തെ ഒരു 2 ആഴ്ച നമ്മൾ അവരോട് പറയും മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി അഡ്വൈസ് ചെയ്യും. അതുപോലെ തന്നെ ചെറുതായിട്ട് ഗർഭാവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന ചില എക്സസൈസുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ഗർഭാവസ്ഥയിൽ ഷുഗർ ഉള്ളവർ കഴിക്കേണ്ട ഭക്ഷണച്ചിട്ടയാണ്. അപ്പം ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നത് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. കൂടുതൽ അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, കൂടുതൽ എണ്ണ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, കൂടുതൽ തേങ്ങ അരച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, അധികം മധുരം അടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കണം. മധുരം തീരെ ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഒരേ കൂടുതൽ അളവിൽ ഒരു സമയത്ത് കഴിക്കാതിരിക്കുക. അപ്പോൾ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ അളവ് പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അളവ് കുറച്ച് പല സമയങ്ങളിലായിട്ട് കഴിക്കുക. അപ്പം സാധാരണ നമ്മൾ മെയിനായിട്ട് 3 നേരം മെയിൻ ഭക്ഷണം കഴിക്കും. രാവിലെ ഒന്നായിട്ട് കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, രാത്രി കഴിക്കും. അതിന് പകരം ഒരു 6 നേരമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറയാം. ഈ 6 നേരം എന്ന് പറയുന്നത് രാവിലത്തെ ഒരു 8 മണി ആകുമ്പോൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് 10 മണിക്ക് ചെറിയൊരു സ്നാക്സ് കഴിക്കണം. ഉച്ചയ്ക്കുള്ളത് 12 മണി 12:30 ആകുമ്പോൾ തന്നെ നേരത്തെ കഴിക്കണം. 4 മണിക്ക് കഴിക്കണം. അതുപോലെ ഈവനിങ് ഡിന്നർ നമ്മളൊരു 7 മണി ആകുമ്പോൾ തന്നെ കഴിക്കാൻ പറയും. പിന്നെ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണ് കിടക്കേണ്ടത്. അപ്പം അതിൽ തന്നെ ഈ ഭക്ഷണത്തിൽ നമ്മൾ രാവിലെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കഴിക്കാം. പക്ഷേ കൂടുതലും ഈ അരിയും ഉഴുന്നും മിക്സ് ചെയ്തിട്ടുള്ള ഇഡ്ഡലി, ദോശ അങ്ങനത്തെ കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഉഴുന്നിൽ പ്രോട്ടീൻ അടങ്ങിയ പ്രോട്ടീൻ ഉള്ളതാണ്. അതുപോലെ കഴിക്കുന്ന കറികളാണെങ്കിൽ തന്നെ കറികളിലെ എണ്ണയുടെ അളവ് കുറയ്ക്കുക, കറി വറവിടാതിരിക്കുക. അതുപോലെ തേങ്ങ അരച്ച കറികളെല്ലാം ഒഴിവാക്കുക. കൂടുതൽ പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ എല്ലാ പരിപ്പുവർഗ്ഗങ്ങളും കഴിക്കാം. അതുപോലെ മീൻ കഴിക്കാം, മുട്ടയുടെ വെള്ള കഴിക്കാം. പാല് ഒരു നേരം വേണമെങ്കിൽ പാല് 2-3 പ്രാവശ്യം നീക്കിയതിന് ശേഷം പാല് കുടിക്കാം. ഒരു നേരം പാലൊഴിക്കാത്ത ചായ കുടിക്കാം. പിന്നെ സോയാബീൻ ഉൾപ്പെടുത്താം. പിന്നെ പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം കഴിക്കാം. പക്ഷേ തേങ്ങ അരച്ച ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങളോ ഒഴിവാക്കുക. ബേക്കറി സാധനങ്ങളെല്ലാം ഒഴിവാക്കുക. പിന്നെ രാത്രി അന്നജത്തിൻ്റെ അളവും കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല. അതായത് ചോറ്, മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ, ബ്രെഡ്, ബിരിയാണി, നെയ്ച്ചോറ്, അങ്ങനെ എണ്ണയും ചോറും ഒക്കെ അളവ് കുറയ്ക്കണം. ഉച്ചയ്ക്ക് ചോറിൻ്റെ അളവ് നമ്മൾ ബ്രൗൺ റൈസ് കഴിക്കാൻ ശ്രമിക്കുക. അതൊരു നമ്മൾ ചായ കുടിക്കുന്ന ഒരു കപ്പിന് ഒരു 1.5 കപ്പ് ചോറ് കഴിക്കാം. അതേ അളവിൽ തന്നെ പച്ചക്കറികളും പിന്നെ പരിപ്പ് വർഗ്ഗങ്ങളും, ഇപ്പോൾ ഫിഷ് ഉണ്ടെങ്കിൽ ഫിഷോ കറി വെച്ചതോ കഴിക്കാം. രാത്രി കഴിക്കുന്നതാണെങ്കിൽ ചപ്പാത്തി കഴിക്കാം. ചപ്പാത്തി 2 കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെയുള്ള കറികൾ പ്രോട്ടീൻ അടങ്ങിയ കറികളായിരിക്കണം. ഈ പറഞ്ഞ പരിപ്പ് വർഗ്ഗങ്ങളുടെ കറികൾ, ഫിഷ് കറി, മുട്ടക്കറി, മുട്ടയുടെ വെള്ള കഴിക്കാം, ഉണ്ണി ഒഴിവാക്കുക. പക്ഷെ കറിയിൽ തേങ്ങ അരക്കരുത്, വറവിടരുത്.
ഇതാണ് മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ മിതമായ രൂപത്തിലുള്ള വ്യായാമം പറഞ്ഞു കൊടുക്കാറുണ്ട്. വ്യായാമം സാധാരണ എല്ലാവരും ചെയ്യുന്ന രൂപത്തിലുള്ള സ്പീഡിലുള്ള വ്യായാമങ്ങളൊന്നും പാടില്ല. ഗർഭിണികൾക്ക് പറ്റുന്ന മിതമായ രൂപത്തിലുള്ള ചില വ്യായാമങ്ങളുണ്ട്. അത് നമ്മൾ യൂഷ്വലി അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കും. ഈ വ്യായാമം ചെയ്യുന്നത് വഴിയും ഈ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി ഫോളോ ചെയ്യുന്നത് വഴിയും ഷുഗറിൻ്റെ അളവ് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയും. അത് 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ GCT ചെയ്ത് ഇത് അഡ്വൈസ് ചെയ്തതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ പിന്നെയും ഷുഗർ കൂടുതലാണെന്നാണെങ്കിൽ നമ്മൾ മെഡിക്കൽ തെറാപ്പി, അതായത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും. ചെറിയ അളവിലേ കൂടിയിട്ടില്ലെങ്കിൽ മെഡിക്കൽ തെറാപ്പി വഴി തന്നെ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. എന്നാൽ ഷുഗറിൻ്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ മെഡിസിൻ തെറാപ്പിക്ക് പകരം നമ്മൾ ഇൻസുലിനാണ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇൻസുലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ ബേബിയുടെ ശരീരത്തിലേക്ക് എത്തുന്നില്ല. അതുമാത്രമല്ല ഷുഗറിൻ്റെ അളവ് നല്ലോണം കൺട്രോൾ ചെയ്ത് നിർത്താനും ഇൻസുലിൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൂചി വെക്കുന്നുണ്ടല്ലോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ വളരെയധികം സഹായിക്കും.